ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പിള്ളേച്ചൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അങ്ങനെ നമ്മൾ പിള്ളേച്ചൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ ഈ കണ്ട സുന്ദര കുട്ടപ്പനാണ് നമ്മുടെ പിള്ളേച്ചുണ്ട്. പുള്ളിക്കാരൻ ഞങ്ങൾ പിള്ളേച്ച എന്നാണ് വിളിക്കാറുള്ളത്. ആളെ ശരിക്കും പേര് ജിതിൻ എന്നാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവൻ ഗൾഫിലായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അവൻ്റെ കല്യാണമായി. ഞങ്ങൾ തലേ ദിവസം ഹൽദിക്കൊക്കെ പോയി. ഹൽദി ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞങ്ങളിതാ ഇങ്ങനെയാണ് കേട്ടോ റെഡി ആയത്. എനിക്ക് ലാവൻഡർ കളർ ഇല്ലാത്ത ഡ്രസ്സാണ് ഈ കളറ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഒരുപോലത്തെ കളർ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മമ്മി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിള്ളേച്ചൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോകണം. എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. രാവിലെ കെട്ടിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളിതാ പിള്ളേച്ചൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ റിസപ്ഷൻ. അപ്പോൾ പിള്ളേച്ചൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്താണ് നമ്മുടെ ഈ കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമുട്ടിലൊരു ബോൾ വലിച്ചെറിഞ്ഞ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം പോകണം. കാരണം രാവിലെ തൊട്ടുള്ള ഓട്ടമായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പടഞ്ഞാണ് ഇവിടെ എത്തിയത്. ഇനി നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോകണം. ടൈം ഉണ്ടെങ്കിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇവിടെ കയറാം. അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവരെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളും ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചു. നമ്മുടെ ആമുട്ടൻ കുഞ്ഞു കുഞ്ഞു അലമ്പൊക്കെ കാണിച്ചെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിള്ളേച്ചൻ്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം.